മഴക്കാലം സാധാരണ നിലയിൽ ഇപ്പോൾ ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ അവരുടെ വലിയൊരു ആഹ്ലാദത്തിൻ്റെ, യാത്രകളുടെ, മഴ നനഞ്ഞുകൊണ്ടുള്ള ചില കലാപരിപാടികളുടെയൊക്കെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് പങ്കുവയ്ക്കുന്നതെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ മഴക്കാലം എല്ലാം എൻ്റെ മനസ്സിൽ വല്ലാതെ ഈ പഴയ ഓർമ്മകളെന്ന് പറഞ്ഞാൽ കണ്ടമാനം കണ്ണ് നിറഞ്ഞൊഴുകാൻ പര്യാപ്തമായ ഓർമ്മകളാണ് എല്ലാ മഴക്കാലവും എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ എൻ്റെ തുടക്കം മുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ചെറിയ വീട്, എനിക്കാണ് ഒരു 2-3 സെൻറ്റിലുള്ള ഒരു വീടായിരുന്നു. അത് ഈ ആനിക്കാടെന്ന് പറഞ്ഞൊരു സ്ഥലം, തികച്ചും ഒരു കുഗ്രാമമാണ്. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ മൂവാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും തമ്മിൽ കണക്ട് ചെയ്യുന്ന MC റോഡിൻ്റെ ഇടതുവശത്താണ് നടുക്കായിട്ട് വരുന്നത് ആനിക്കാടെന്ന് പറഞ്ഞ പ്രദേശം. അവിടെ ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ 8 മക്കളുണ്ട്. അച്ഛനും അമ്മയും കൂടാതെ 8 മക്കളും. കടുത്ത ദാരിദ്ര്യം എന്നൊക്കെ നമ്മൾ പുസ്തകത്തിലോ പത്രത്തിലൊക്കെ വായിക്കുന്നതല്ല. ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മനുഷ്യൻ സാധാരണ അനുഭവിക്കുന്ന കാര്യമാണ് ഈ പറയുന്നതെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് വേണത് ഒരു നേരം പൂർണ്ണമായും ഗോതമ്പിൻ്റെ കഞ്ഞിയായിരുന്നു, റേഷനരി മേടിക്കുമായിരുന്നു. അപ്പോൾ 8 മക്കൾ, 5 പെൺകുട്ടികളും 3 ആണുങ്ങളും. 3 ആണുങ്ങളിൽ മുതിർന്ന 2 പേരും ആണുങ്ങളാണ്. അവരൊരാൾ മൂവാറ്റുപുഴ ടൗണിലുള്ള ഒരു തയ്യൽക്കടയിൽ തയ്യൽ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ കാര്യമായ വരുമാനം ഒന്നും ഉണ്ടാവില്ല. വല്ല ചായ കുടിക്കാനൊക്കെ ഉള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് പുള്ളിയുടെ കയ്യിലിരിക്കുന്നു. മൂത്ത ആൾ അവിടെ പ്രൈവറ്റ് ബസ് PIS എന്ന് പറഞ്ഞാൽ പുക്കുന്നേൽ ഐപ്പസ് കറിയ, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു വണ്ടി. അത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ. ആ കാലത്തെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ 76 വയസ്സായിരുന്നു. അപ്പം എനിക്കൊരു 6 വയസ്സൊക്കെ ഉള്ള പറഞ്ഞാൽ 70 വർഷം മുമ്പുള്ള അനുഭവം. അപ്പോൾ ആ സമയത്ത് അതിൽ കടന്നു പോണ 2-3 പ്രകാശ്, ശിവറാം, PIS, അതിലൊന്നിൽ എൻ്റെ ചേട്ടൻ ഡ്രൈവറായിരുന്നു. ഞാനിതൊരു പശ്ചാത്തലം ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ചേട്ടൻ്റെ വരുമാനമാണ് യഥാർത്ഥത്തിൽ. ആ കാലഘട്ടത്തിൽ ഒരു പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന മനുഷ്യന് എന്ത് കൂലി ഉണ്ടാവും? ആ കാശ് കൃത്യമായി എൻ്റെ അമ്മയുടെ കൈ കൊണ്ടുപോയി. അച്ഛനൊരു കരിങ്കൽ തൊഴിലാളിയായിരുന്നു. ആ കരിങ്കൽ തൊഴിലാളിക്കൊക്കെ കരിങ്കല്ല് പണിക്ക് പോയി കഴിഞ്ഞാൽ കൂലി കിട്ടില്ലേ, വരുമാനം ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാട്ടുപ്പട്ടി, കുണ്ടല എന്നൊക്കെ നിങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാം ഡാമുകളാണ്. ആ ഡാമിൻ്റെ നിർമ്മിതി കാലത്ത് ഇതുപോലെ അച്ഛൻ ഉൾപ്പെടെയുള്ള കുറേ പണിക്കാരെ കല്ല് പൊട്ടിക്കാനും അവിടെ ഓല ഷെഡ് ഉണ്ടാക്കിയിട്ട് ആ ഷെഡിൽ താമസിക്കാനും കൊടിയ തണുപ്പ് കാലത്ത് അവർ പണിയെടുക്കുകയും ജീവിക്കുകയും ചെയ്യാൻ ഈ കോൺട്രാക്ടർ കൊണ്ടുപോകുന്ന ആൾ അവർക്ക് ഒരു കരിമ്പട എങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഷെഡിൽ ആരെങ്കിലും ഒരാൾ അരി വെക്കും, എല്ലാവരുടെ കൂടി ഷെയർ ചെയ്യും. അപ്പോൾ കാര്യമായി 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമൊക്കെ എത്തി അച്ഛൻ വരുമ്പോൾ ചെറിയൊരു പൈസയും കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ 8 മക്കളുടെ ജീവിത യഥാർത്ഥത്തിൽ ഈ ഒരാളുടെ വരുമാനത്തെ ആശ്രയിച്ചത്. എൻ്റെ മൂത്ത ചേട്ടൻ, ഞങ്ങളൊക്കെ വലിയേട്ടൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്, ഇപ്പം ഇല്ല, മരണപ്പെട്ടു. ഞാൻ ആദ്യമായി ഒരു നിക്കറിടുന്നത് എങ്ങനെയാണെന്ന്, ആദ്യമായി നിക്കറിടുന്ന എൻ്റെ വലിയേട്ടൻ ഓടിച്ചോടുന്ന വണ്ടി ടെസ്റ്റ് വർക്കിന് കയറ്റാൻ നേരത്ത് ഈ ടാർപ്പാളിൽ ഒരു സൈഡ് സാധനമുണ്ട്, മഴ യാത്രക്കാർക്ക് ഈ മഴ അടിക്കാതിരിക്കാൻ വേണ്ടി. അത് 2 സൈഡിൽ ടെസ്റ്റ് വർക്കിനെ വണ്ടി കയറ്റുമ്പോൾ അതിനു വേണ്ടി വാങ്ങിയ പീസ് ബാക്കി വന്നതിലാണ് എനിക്കൊരു നിക്കർ അടിച്ചുണ്ടാക്കുന്നത്. എനിക്ക് ഷർട്ടില്ലായിരുന്നു. 5-6 വയസ്സായ ഒരു കുട്ടിക്ക് ഒരു വള്ളി നിക്കർ മാത്രം. അത് മൂവാറ്റുപുഴ കാവുങ്കര ചന്തയിൽ ഈ ഓണം വിഷുവൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ ചന്തയ്ക്ക് പോകും. പച്ചക്കറി സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന സമയം അതാണ്. ആ സമയത്ത് എനിക്കൊരു നിക്കറും മേടിക്കും. ആ നിക്കറാണ് ഒരു വർഷം ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഷർട്ടിൻ്റെ വിചിത്രമായ സംഗതി, എനിക്ക് ഷർട്ടില്ലാതെ നടക്കുന്ന കാര്യം എൻ്റെ അമ്മായിക്കറിയാം. അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ, അവർ 16 മക്കളാണ് അമ്മ. അതിലൊരാൾ കുമാരൻ എന്ന് പറഞ്ഞ അമ്മയുടെ ബ്രദർ ഒരു ചായപ്പേടിയാണ്, ചെറിയൊരു ചായക്കട. അപ്പോൾ അവിടെ ഒരു സഹായിയായിട്ടൊരു പയ്യൻ നിന്നു. അവൻ്റെ പേരും ഗോപി എന്നായിരുന്നു. അപ്പോൾ അവന് കുറേ മുഴുത്തയാളായതുകൊണ്ട് എന്നെ വിളിച്ചോണ്ടിരുന്ന കുഞ്ഞു ഗോപി എന്നാണ്. അപ്പോൾ അവനൊരു ദിവസം പണിയിട്ടെറിഞ്ഞിട്ട് ഒളിച്ചു പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു ഷർട്ട് അവിടെ വെച്ചിരുന്നു, ഒരു പിങ്ക് കളറുള്ള ഒരു ഷർട്ട്.
ആ ഷർട്ടാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഷർട്ട് എന്നിട്ട് എൻ്റെ പെങ്ങള് ഇവിടെയൊക്കെ തുന്നി ചെറുതാക്കി, കയ്യൊക്കെ ചെറുതാക്കി, ഇതൊക്കെ മടക്കി തച്ച് ആ ഷർട്ടും ഈ നിക്കറും ഇട്ടിട്ട് 1-ാം ക്ലാസ്സിൽ എന്നെ ചേർക്കുമ്പോൾ പിന്നെ എന്നെ അമ്മ കൊണ്ടുപോയി ചേർക്കണം. അപ്പോൾ അന്ന് എന്നെ ചേർത്ത മാഷിൻ്റെ ഒക്കെ രൂപം പോലും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ സ്കൂള് പറയുമ്പോൾ ഈ മാഷിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മാഷിവിടെ ഇല്ലെങ്കിലും മാഷിൻ്റെ കുടുംബക്കാർക്ക് അതൊരു മോശമാവും. മാഷ് യഥാർത്ഥത്തിൽ മാഷുമാരും മദ്യപിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ മാഷ് എനിക്ക് ഏറ്റവും ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. എന്നെ ചേർത്ത മാഷ് നന്നായി രാവിലെ തൊട്ട് മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഇതൊക്കെ നിശ്ചയിക്കുന്നത്, ജനനത്തീയതിയൊക്കെ നിശ്ചയിക്കുന്നത് അമ്മ. എനിക്ക് വേണത് അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ ആവോലി അമ്പലം. അന്നൊരു രാത്രി 11:15 മണിക്ക് ഭയങ്കര മഴയായിരുന്നു. അതല്ല 24/6 ജൂൺ മാസമാണ്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 24/6/1948. അപ്പോൾ മാഷും അമ്മയുടെ കൂടെ ഇരുന്ന് കണക്കൂട്ടിയിട്ടാണ് ഈ തീയതിയും ഈ മാസം കറക്റ്റായിരുന്നു ഈ ആണ്ടുമൊക്കെ നിശ്ചയിച്ച്. അങ്ങനെയാണ് എന്നെ സ്കൂളിൽ ചേർക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അന്നിപ്പോൾ അതൊന്നും ഒരു അത്ഭുതമായിരുന്നില്ല. എനിക്ക് കുടയുണ്ടായിരുന്നില്ല. അന്ന് പല കുട്ടികളും സ്ലേറ്റ് ഇങ്ങനെ വെച്ചിട്ട് നനഞ്ഞു വന്നൊരു കാലം. അപ്പം എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ ഒരു 3 സെൻറ്റ് സ്ഥലത്തായിരുന്നു ഒരു ചെറിയ ഓലപ്പരയായിരുന്നു എൻ്റെ വീട്. അപ്പോൾ ആ ഓലപ്പരയുടെ സൈഡിലായിട്ട് അരി വിൽക്കുന്ന ഒരു കുട്ടിച്ചേട്ടനുണ്ട്. അരിക്കാരൻ കുട്ടി എന്നാണ് അമ്മയൊക്കെ വിളിച്ചത്. പറയുമ്പോൾ അപ്പുറത്തെ അരിക്കാരൻ കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവരുടെ പറമ്പിൽ നിന്നിട്ടുള്ള വലിയ മാറാഞ്ചേമ്പിൻ്റെ ഒരു ഇല എൻ്റെ അമ്മ ഞാൻ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോകുമ്പോൾ ഈ ഇത് വെട്ടി തന്നു. അതുമായിട്ടാണ് ഞാൻ പോണത്, സ്കൂളിൽ പോണത്. അപ്പോൾ കുട്ടികൾ നമ്മൾ ചെല്ലുമ്പോൾ എൻ്റെ തന്നെ നിലവാരമുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അതായിരുന്നു സ്കൂളിൻ്റെ പ്രത്യേകത. പള്ളിവക ഒരു സ്കൂളായിരുന്നു. സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ഞാൻ തിരിച്ചു പോകുന്ന മുമ്പ് തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇല കൊണ്ടുപോയി അവിടെ സ്കൂളിൻ്റെ ഭിത്തിയെ ചാരി വയ്ക്കുമ്പോൾ തന്നെ വളരെ വികൃതി കുട്ടികളല്ലേ, ചെറിയ പ്രായക്കാർ. അവർ 3-4 പേര് കൂടി ഞങ്ങൾ ഞാൻ ചേർന്നു, അവരും വന്നു. പുതുതായി പരിചയപ്പെടുമ്പോൾ അവരിതെല്ലാം ചവിട്ടിക്കുട്ടി കളഞ്ഞു. അപ്പോൾ ചവിട്ടിക്കുട്ടി കളഞ്ഞപ്പോൾ ഞാൻ ചെറിയ കുട്ടി, എനിക്ക് തിരിച്ച് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ സങ്കടമായി. അപ്പോഴാണ് ആ സ്കൂളിലെ ഇപ്പോഴും നമ്മളെ ഏറ്റവും വലിയൊരു ദൈവമായിട്ട് കാണുന്ന രാമപിള്ള സാർ. ആ രാമപിള്ള സാറ് വന്നിട്ട് സാറിൻ്റെ മുന്നിൻ്റെ കോന്തല, കാരണം എനിക്ക് നിക്കറില്ലേ, അതെടുത്തിട്ട് എൻ്റെ കണ്ണീരിട്ട് എന്നിട്ട് സ്കൂളിൽ പോയിടുമ്പോൾ അതായിരുന്നു ഒരു മഴക്കാലം. സ്കൂള് അന്ന് ചെരുപ്പിട്ട് വരുന്ന 4 കുട്ടികളുണ്ടായിരുന്നു എൻ്റെ സ്കൂളിൽ, ചെരുപ്പുള്ള കുട്ടികൾ. വാസ്തവം പറഞ്ഞാൽ അവരൊക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരു പ്രത്യേകതയുള്ള കുട്ടികളായിട്ടായിരുന്നു ഞങ്ങളുടെ ഇടയ്ക്ക്. കാരണം അവർക്ക് ചെരുപ്പൊക്കെ ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ അവിടെ ചുറ്റുപാടൊന്നും വേറെ സ്കൂളുകൾ ഉണ്ടായില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു എനിക്കോടത് അവിടെ 3-ാം ക്ലാസ് വരെ കണ്ട് പഠിച്ചു. പിന്നീട് എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ വീട് മൂവാറ്റുപുഴയായിരുന്നു. മൂവാറ്റുപുഴ ഒരു വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം. അച്ഛൻ്റെ അമ്മയും അച്ഛനൊരു ബ്രദറുണ്ടായി. അവരെല്ലാം തരക്കേടില്ലാത്ത, ഞങ്ങളുടെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ തരക്കേടില്ലാത്തൊരു ജീവിതം അത്യാവശ്യം ഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിക്കുള്ള ഭൂമിയൊന്നുമില്ല, ഉണ്ടായിരുന്നു ഒരു കാലത്ത്.
അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതെല്ലാം വിറ്റ് അവസാനം വന്നും മറ്റു മാർഗ്ഗമില്ലാതെയാണ് അച്ഛനിങ്ങനെ കരിങ്കൽ പണിക്ക് പോകേണ്ടി വന്നത്. ഒരുപക്ഷെ കരിങ്കൽ പണിക്ക് അച്ഛൻ പോയി ആ ഒരു അവസ്ഥയിലായതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ പറഞ്ഞു കേട്ട എത്രയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും അച്ഛന് മാച്ചിങ് ആയിരുന്നില്ല എൻ്റെ അമ്മ. കാരണം വെച്ചാൽ 16 മക്കളുള്ള ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതുപോലെ വിഷമതയുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഞാനും കൂടി ഊഹിക്കുകയാണ്.